നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇന്ത്യയിലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസിൽ ഏറ്റവും പ്രാധാന്യമുള്ളതൊന്നാണ് IISc, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്ന് പറയുന്നത്. അത് ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ളതാണ്. വർഷങ്ങളായി വളരെ റെപ്യൂട്ടേഷനോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് ആണ്, ദേശീയ പ്രാധാന്യമുള്ള വിദ്യാഭ്യാസ സ്ഥാപനം. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് ആയിട്ട് ഞാൻ സൂചിപ്പിച്ച ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ഡിഗ്രി പ്രോഗ്രാംസ് അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് പ്രോഗ്രാംസും മാസ്റ്റേഴ്സ് പ്രോഗ്രാംസും അതുപോലെ റിസർച്ച് പ്രോഗ്രാംസും ചെയ്യാനുള്ള അവസരം നമുക്ക് ഉണ്ട്. അത് ഈ മാർച്ച് വരെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ എലിജിബിലിറ്റി ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഡിഗ്രി ചെയ്യുന്ന ആളാണ്, ഒരു PG ചെയ്യുന്ന ആളാണ്, ഭാവിയിൽ റിസർച്ച് നോക്കുന്ന ആളാണ് എങ്കിലും ഒക്കെ നിങ്ങളൊന്നും അറിഞ്ഞിരിക്കുക. അതല്ലാതെ ഉടനെ ഒരു റിസർച്ചിലേക്ക് നോക്കുന്നവരോ PG നോക്കുന്നവരോ ഒക്കെ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ഈ വലിയ മികച്ച അവസരം എങ്ങനെ നമുക്ക് ഒന്ന് കൈപ്പിടിയിലാക്കാം, അല്ലെങ്കിൽ അടുത്ത വർഷമൊക്കെ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പോലും അതെങ്ങനെ നമുക്ക് ആ അവസരത്തിലേക്ക് എത്താം എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കാം, വീഡിയോ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇൻട്രൊഡക്ഷനിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ PG അതുപോലെ തന്നെ PhD മറ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ഇതെല്ലാം ഉള്ള അവസരമാണ് നമുക്ക് ഉള്ളത്. അതിനകത്ത് PG പ്രോഗ്രാമുകൾക്ക് മാർച്ചിൽ ആപ്ലിക്കേഷൻ ക്ലോസ് ആവും. അതേസമയം UG പ്രോഗ്രാമുകൾക്ക്, അതായത് ഡിഗ്രി പ്രോഗ്രാമുകൾക്ക് മെയ് വരെ അപ്ലൈ ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. അപ്പോൾ അതിൻ്റെ ഡേറ്റ്സും ഒക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പോൾ ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ബാംഗ്ലൂർ ആണ് ഇവരുടെ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സയൻസ് ആൻഡ് ടെക്നോളജി മേഖലയിലെ ഒരു അവസാന വാക്ക് എന്ന് വേണമെങ്കിൽ പറയാം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. അപ്പോൾ അതിൽ ഏതൊക്കെ പ്രോഗ്രാമാണ് നമുക്കിപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, റിസർച്ചിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെയാണ് എന്ന് ഞാൻ ആദ്യം പറയാം. ഇപ്പോൾ റിസർച്ച് പ്രോഗ്രാമായിട്ട് ഇവർ ഓഫർ ചെയ്യുന്നത് PhD ഉണ്ട്, അതുപോലെ തന്നെ MTech ബൈ റിസർച്ച് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ റിസർച്ചിലൂടെ MTech ചെയ്യുന്ന ഒരു ഓപ്ഷൻ. അപ്പോൾ അതിനകത്ത് എൻജിനീയറിംഗ് പ്രോഗ്രാമുകളായിട്ട് വരുന്നത് മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ റിസർച്ച് പ്രോഗ്രാമുകൾ വരുന്നത് MTech അല്ലെങ്കിൽ MDis അല്ലെങ്കിൽ മാനേജ്മെൻറ്റ്. ഇതാണ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം. എൻജിനീയറിംഗിൽ ഉള്ളവർക്ക് പറ്റുന്ന 3 പ്രോഗ്രാമുകൾ. MDis ഉണ്ട്, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു പ്രോഗ്രാമുണ്ട്, അതുപോലെ തന്നെ MTech നോർമലായിട്ട് ചെയ്യുന്ന പ്രോഗ്രാം. ഇനി സയൻസ് സ്ട്രീമിലുള്ളവർക്കാണ് എങ്കിൽ നമുക്ക് അവസരങ്ങൾ MSc ഓപ്ഷൻ ഉണ്ട്, അത് തന്നെ ലൈഫ് സയൻസ്, കെമിക്കൽ സയൻസ്, പിന്നെ ഇൻ്റഗ്രേറ്റഡ് PhD ഉണ്ട്, അതുപോലെ തന്നെ ബയോളജിക്കൽ മേഖലയിൽ, കെമിക്കൽ മേഖലയിൽ, മാത്തമാറ്റിക്കൽ മേഖലയിൽ, ഫിസിക്കൽ സയൻസ് മേഖലയിൽ, ഇതിലെല്ലാമുള്ള ഇൻ്റഗ്രേറ്റഡ് PhD പ്രോഗ്രാംസ്, അതായത് മാസ്റ്റേഴ്സും PhDയും കൂടെ ഒരുമിച്ച് നിങ്ങൾക്കൊരു മാസ്റ്റർ ഡിഗ്രിയും അതിനോടൊപ്പം തന്നെ കംപ്ലീറ്റ് ചെയ്തെടുക്കാവുന്ന ഒരു PhD, ഇതിനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് PhD എന്ന് വിളിക്കുക. അപ്പോൾ ഈ പ്രോഗ്രാമും ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. അത് ബയോളജിക്കൽ മേഖലയിൽ ഉണ്ട്, കെമിക്കൽ സയൻസിലുണ്ട്, മാത്തമാറ്റിക്കലും ഫിസിക്കൽ സയൻസിലും ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ ഉള്ള ഒരു ഓപ്ഷൻ BTech ഇൻ മാത്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ്, അതുപോലെ തന്നെ 4 വർഷത്തെ BS റിസർച്ച്, ബാച്ചലർ ഓഫ് സയൻസ് റിസർച്ച് ഓപ്ഷൻ അവർ നൽകുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു ഓഫർ ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ യഥാർത്ഥത്തിൽ UGക്ക് മെയ് 1 മുതൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. മെയ് 1-ാം തീയതി മുതലായിരിക്കും UGക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക, അത് പ്രത്യേകം ഓർക്കുക. അപ്പം ഈ കാര്യം ഒന്ന് ഓർക്കാം. PhDയുടെയും PGയുടെയും കാര്യത്തിൽ മാർച്ച് 23 വരെ ആയിരിക്കും ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നത് കേട്ടോ. അതായത് 31 ജൂലൈക്കുള്ളിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നവർക്കായിരിക്കണം ഈ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യുന്നവരുടെ 31 കോഴ്സ് തീർന്ന് ഒക്ടോബർ 31 ജൂലൈ 31 കോഴ്സ് തീർന്ന് ഒക്ടോബർ 31 സർട്ടിഫിക്കറ്റ്സ് ഹാജരാക്കാൻ അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നവരായിരിക്കണം എന്നുള്ള കാര്യം ഓർക്കുക. അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 23 മാർച്ചാണ്. അപ്പോൾ മാർച്ച് 23 PG PhD പ്രോഗ്രാംസിൻ്റെ ആപ്ലിക്കേഷൻ ക്ലോസ് ആവും എന്നുള്ള കാര്യം ഒന്ന് പ്രത്യേകം ഓർക്കുക. അപ്ലൈ ചെയ്യേണ്ട ഓൺലൈൻ ലിങ്ക് ഉണ്ട്, അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതിൽ നിങ്ങൾ ഈ കാറ്റഗറിയിൽ ഏതെങ്കിലും ഉള്ളവരാണ് എങ്കിൽ നിങ്ങൾക്കതിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞ എന്താ പറയുന്നത്, ഏരിയാസ്, റിസർച്ച് ഏരിയാസ് പറഞ്ഞു, മാസ്റ്റേഴ്സിൻ്റെ ഏരിയാസ് പറഞ്ഞു. ഇനി ഏതൊക്കെ വിഷയങ്ങളിൽ നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പഠനത്തിനും റിസർച്ചിനുമുള്ള ഓപ്ഷൻ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സയൻസ് PhD
അതിനകത്ത് ഏതൊക്കെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസ്ട്രോണമി ആൻഡ് അസ്ട്രോഫിസിക്സ്. ഇതിൻ്റെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റ് പല യൂണിവേഴ്സിറ്റികളും കൊടുക്കാത്ത പ്രോഗ്രാംസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ കിട്ടും നമുക്ക്. കാരണം ഈ അസ്ട്രോണമി ആൻഡ് അസ്ട്രോഫിസിക്സിലൊന്നും PhD ചെയ്യാനായിട്ട് വളരെ ഈസി അല്ല മറ്റ് ചെറിയ സ്ഥാപനങ്ങളിലൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അസ്ട്രോണമി അസ്ട്രോഫിസിക്സ് ഒക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്പേസ് റിസർച്ചിലും ഒക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു നോർമൽ യൂണിവേഴ്സിറ്റിയിൽ ചെന്നാൽ നമുക്ക് സാധിക്കണമെന്നില്ല. അപ്പോൾ അവിടെയാണ് ഈ IIScയുടെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇവർ സയൻസ് PhD അസ്ട്രോണമി ആൻഡ് അസ്ട്രോഫിസിക്സിൽ തരുന്നുണ്ട്. ബയോ കെമിസ്ട്രി PhD കിട്ടും. അതുപോലെ തന്നെ എക്കോളജിക്കൽ സയൻസ്, ഹൈ എനർജി ഫിസിക്സ്, പിന്നെ ഉള്ളത് ഇനോർഗാനിക് ആൻഡ് ഫിസിക്കൽ കെമിസ്ട്രി, മെറ്റീരിയൽസ് റിസർച്ച്, മാത്തമാറ്റിക്സിൻ്റെ വിവിധ മേഖലകൾ, മൈക്രോബയോളജി ആൻഡ് സെൽ ബയോളജി, അതുപോലെ മോളിക്യുലർ ബയോഫിസിക്സ്, ഡെവലപ്മെൻറ്റൽ ബയോളജി ആൻഡ് ജെനറ്റിക്സ്. വളരെ റെയറായിട്ടുള്ള പ്രോഗ്രാംസാണ് ഞാൻ ഈ പറയുന്നതൊക്കെ. അതുപോലെ തന്നെ ന്യൂറോ സയൻസ്, ഓർഗാനിക് കെമിസ്ട്രി, ഫിസിക്സ് ആൻഡ് സോളിഡ് സ്റ്റേറ്റ് ആൻഡ് സ്ട്രക്ചറൽ കെമിസ്ട്രി, ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് അപ്ലൈഡ് ഫിസിക്സ്. അതിനകത്ത് PhDയും ഉണ്ട്, MTech റിസർച്ചും അവർ ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ MTech റിസർച്ച് ആൻഡ് PhD ഇൻ എഞ്ചിനീയറിംഗ് എന്നുള്ള മേഖലയിൽ നമുക്ക് ഏതൊക്കെ ഉണ്ട് എന്ന് നോക്കാം. അതിലും വളരെ വിചിത്രമായ മറ്റിടത്ത് പലയിടത്തും ചെയ്യാൻ പറ്റാത്ത കോഴ്സുകൾ MTech റിസർച്ച് ആൻഡ് PhD ഇൻ എഞ്ചിനീയറിംഗ് എന്നുള്ള മേഖലയിൽ അവർ ഓഫർ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനകത്ത് കുറേ എണ്ണം ഞാൻ സൂചിപ്പിക്കുക. അവർ പ്രധാനമായിട്ട് ലിസ്റ്റ് ചെയ്തേക്കുന്നത് എയ്റോസ്പേസിൽ അവർ ഓഫർ ചെയ്യുന്നു MTech. അതുപോലെ തന്നെ അറ്റ്മോസ്ഫെറിക് ആൻഡ് ഓർഗാനിക് സയൻസ് എന്ന് പറയുന്ന മേഖലയിലുണ്ട്. അതുപോലെ കെമിക്കൽ സയൻസിലുണ്ട്, സിവിൽ മേഖലയിലുണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞ മേഖലയിലുണ്ട്, എർത്ത് സയൻസിലുണ്ട്, ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷൻ, ദെൻ ഇലക്ട്രോണിക് സിസ്റ്റംസ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ്. അതിൽ PhD മാത്രമാണ് അവർ ഓഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ മെറ്റീരിയൽസ് സയൻസിലുണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, നാനോ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഡിസൈൻ ആൻഡ് മാനുഫാക്ചറിംഗ്, സസ്റ്റൈനബിൾ ടെക്നോളജീസ്, കമ്പ്യൂട്ടേഷണൽ ആൻഡ് ഡേറ്റ സയൻസ്. ഇത്രയും മേഖലകളിൽ ഓഫർ ചെയ്യുന്ന പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ ഇത്രയും സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷനൊക്കെ അവരുടെ വെബ്സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടും. അവിടെ കയറി ഇതൊക്കെ നോക്കി ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്നൊക്കെയുള്ള കാര്യം കൂടെ നമുക്കൊന്ന് നോക്കാം. ഇതിനകത്ത് ഓരോ പ്രോഗ്രാമിനും, അതായത് ഡിഗ്രി പ്രോഗ്രാമിന്, PG പ്രോഗ്രാമിന്, PhD പ്രോഗ്രാമിന്, ഇൻ്റഗ്രേറ്റഡ് PhDക്ക്, ഇതിനെല്ലാത്തിനും വേറെ വേറെ സെലക്ഷൻ പ്രോസസ്സാണുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ആ വെബ്സൈറ്റിൽ നിന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ബേസിക് ആയിട്ടുള്ള കാര്യം ഞാൻ പറയാം. ഏതായാലും ചില ഡിഗ്രി പ്രോഗ്രാമിന് സെക്കൻഡ് ക്ലാസ് മാർക്ക് ഉള്ളവർക്ക് പോലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ചില കോഴ്സുകൾക്ക് ഇവർ നൽകുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് പ്രത്യേകം ഓർക്കുക. പിന്നെ നിങ്ങളുടെ എലിജിബിലിറ്റി, ഒരു മിനിമം എലിജിബിലിറ്റി പറയുന്ന ഡിഗ്രി PG ചെയ്യണമെങ്കിൽ ഡിഗ്രി ആണല്ലോ. അപ്പോൾ ഡിഗ്രി ചെയ്ത സമയത്ത് അല്ലെങ്കിൽ MTech ചെയ്യണമെങ്കിൽ BTech ആണല്ലോ, അല്ലെങ്കിൽ MSc ആണെങ്കിൽ BSc ആണല്ലോ എലിജിബിലിറ്റി. ആ എലിജിബിലിറ്റി പരീക്ഷയിലുള്ള മാർക്ക് ഒരു കൺസിഡറേഷനാണ്. അതിലെ നിങ്ങളുടെ മാർക്ക് അവർ നോക്കും. അതുകൂടാതെ നിങ്ങൾ എഴുതിയിട്ടുള്ള എക്സാംസ്, അതായത് നെറ്റ് എക്സാമിൻ്റെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ JAM പോലത്തത്, CAT പോലത്തതൊക്കെ അവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾസ് പറഞ്ഞാൽ CSIR, UGC നെറ്റ്, JRF ഒക്കെ ഉള്ളവർക്ക് ആ സ്കോർ റെലവൻറ്റ് സ്കോർ ആണെങ്കിൽ, ഇപ്പോൾ കറണ്ട് ആയിട്ടുള്ള സ്കോർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു CSIR നെറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു UGC നെറ്റ് ഉണ്ട്, JRF ഉള്ളയാളാണ്, അല്ലെങ്കിൽ ഗേറ്റ് സ്കോർ ഇപ്പോൾ ഉണ്ട്, ICMR JRF സ്കോർ ഉള്ളയാളാണ്, DBT JRF ഉണ്ട്, അല്ലെങ്കിൽ ജസ്റ്റ് ഉണ്ട്, NBHM ഉണ്ട്, GPAT ഉണ്ട്, അല്ലെങ്കിൽ JAM ഉണ്ട്, CAT ഉണ്ട്. ഇങ്ങനത്തെ സ്കോറുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ GMAT ഉണ്ട്, ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു എലിജിബിലിറ്റി ടെസ്റ്റുകളുണ്ടല്ലോ നമ്മുടെ ഈ അർഹതാ പരീക്ഷകളെന്ന് പറയുന്നത്, അത് ഏതെങ്കിലും ഒരെണ്ണത്തിൽ 2025 ഓഗസ്റ്റ് 1 വരെ വാലിഡിറ്റി ഉള്ളൊരു സ്കോർ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു കൺസിഡറേഷനായിട്ട് കണക്കാക്കും. അതുപോലെ തന്നെ ഒരു റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും, ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനകത്തെ എല്ലാം കൺസിഡർ ചെയ്തായിരിക്കും ഇവരുടെ ഫൈനൽ ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ഇനി ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് +2 ലെവലിൽ BTech അല്ലെങ്കിൽ BPharm, BSc അല്ലെങ്കിൽ MBBS, MSc, MTech, MArch, MD, MDS, MPharm ഇതുപോലെയുള്ള ഏത് കോഴ്സ് ചെയ്തവർക്കും ഒക്കെ ഇതിനകത്ത് അവസരങ്ങൾ ഇവർ പല
കോഴ്സുകളിലായി തരുന്നുണ്ടെന്ന് ഓർക്കുക. കാരണം +2 ഉള്ളവർക്ക് അവസരം ഉണ്ടെന്ന് പറയാൻ കാരണം ഡിഗ്രി പ്രോഗ്രാംസ് ഇവർക്കുണ്ട്. അപ്പോൾ +2 കഴിഞ്ഞവർക്കും അവസരം കിട്ടും, എല്ലാ ഡിഗ്രി കഴിഞ്ഞവർക്കും അവസരം കിട്ടും. ഈവൻ MBBS BDS പോലത്തെ പ്രോഗ്രാം ചെയ്തവർക്കും MS കഴിഞ്ഞവർക്കും പോലും ഉള്ള അവസരങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് വളരെ മികച്ച ഒരു അവസരമാണ്. പ്രത്യേകിച്ച് ഒരു ഹയർ സ്റ്റഡീസ്, ഉന്നത വിദ്യാഭ്യാസം നോക്കുന്നവർക്ക് തികച്ചും ഒരു സുവർണ അവസരമാണ്. അപ്പോൾ എൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷനൊക്കെ ഞാൻ ഒന്നുകൂടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യേണ്ട ലിങ്ക്, ഈ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാനായിട്ടുള്ള അവരുടെ വെബ്സൈറ്റ് ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾക്ക് മാസ്റ്റേഴ്സ്, PhD അഥവാ ഗ്രാജുവേഷൻ ചെയ്യാനുള്ള ഈ മികച്ച അവസരം. എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് ഈ ചാനലിലൂടെ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടണൊക്കെ ഹിറ്റ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഓരോ ദിവസവും അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇത്തരം എഡ്യൂക്കേഷണൽ അപ്ഗ്രേഡ് വീഡിയോസ്, കരിയർ റിലേറ്റഡ് വീഡിയോസ്, തൊഴിലവസരങ്ങളെക്കുറിച്ചുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നേരിട്ട് നിങ്ങളിലേക്ക് എത്തും. നിങ്ങൾക്കത് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.